ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷം ഞാൻ വായിച്ച എൻ്റെ മനസ്സിനെ ഒത്തിരി സ്വാധീനിച്ച ഒരു ബുക്കിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. ഈ ബുക്ക് ഏതാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരാണ് മൈ ഫ്രണ്ട്സ്. ഇത് എഴുതിയിരിക്കുന്നത് ഫ്രെഡറിക് ബാക്ക്മാൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഈ കഴിഞ്ഞ വർഷം ഗുഡ് റീഡ്സ് എന്ന ആപ്പിൽ ഏറ്റവും കൂടുതൽ പേർ റെക്കമെൻഡ് ചെയ്ത ഒരു പുസ്തകമാണ് ഈ മൈ ഫ്രണ്ട്സ് എന്ന ഫ്രെഡറിക് ബാക്ക്മാൻ്റെ പുസ്തകം. ഈ പുസ്തകം ഞാനും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഈ പുസ്തകത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഈ പുസ്തകം പ്രധാനമായിട്ടും സുഹൃത്തുക്കളെയും ഓർമ്മകളെയും ജീവിതത്തെയും കുറിച്ചാണ്. ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ഈ ബുക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ നോവലിലെ സ്റ്റോറി അവതരിപ്പിക്കുന്നത് 2 ടൈം ലൈനിലെ കഥയായിട്ടാണ്. പ്രസൻറ്റിൽ കാണിക്കുന്നത് ലൂയിസ എന്ന യുവ ആർട്ടിസ്റ്റിൻ്റെ ജീവിതമാണ്. അതാണ് പ്രസൻറ്റിൽ കാണിക്കുന്നത്, പ്രസൻറ്റ് ടൈം ലൈൻ. പാസ്റ്റ് ടൈം ലൈനിൽ കാണിക്കുന്നത് ഒരു കടൽക്കര ഗ്രാമത്തിൽ താമസിക്കുന്ന 4 യുവാക്കളുടെ ജീവിതവും അവരുടെ സൗഹൃദവും മറ്റുമാണ്. ഈ 4 യുവാക്കളുടെ സൗഹൃദവും ബന്ധവും ലൂയിസയെ അവളുടെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് ശേഷം 25 വർഷങ്ങൾക്ക് ശേഷം വളരെയധികം സ്വാധീനിക്കുന്നു. ഫ്രെഡറിക് ബാക്ക്മാൻ്റെ ഈ പുസ്തകം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റീഡാണെങ്കിലും ഒത്തിരി വലിയ ഡീപ്പ് ഫീലിങ്സ് ആണ് ഈ പുസ്തകം നമ്മളിൽ ഉണ്ടാക്കുന്നത്. ചില ഭാഗങ്ങൾ ചിരിപ്പിക്കും നമ്മെ, എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ നമ്മെ കരയിപ്പിക്കും. വളരെ സിമ്പിളായിട്ട്, വളരെ രസകരമായിട്ട് ഈ പുസ്തകം നമ്മെ ആഴത്തിൽ സ്പർശിക്കുക തന്നെ ചെയ്യും. ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, നമ്മുടെ പഴയകാല സുഹൃത്തുക്കൾ നമ്മൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെ രൂപപ്പെടുത്തുവാൻ പല വിധത്തിൽ നമ്മെ സഹായിക്കുമെന്ന ഒരു ചിന്തയാണ്. ഫ്രണ്ട്ഷിപ്പ്, പെയിൻ, ഹീലിംഗ് എല്ലാം വളരെ മനോഹരമായി ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇമോഷണൽ സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്നവർ, ശാന്തമായി ഇരുന്ന് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ ജീവിതത്തിലെ പല കാര്യങ്ങളും വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കുന്ന പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, ഇവരെല്ലാം തീർച്ചയായിട്ടും ഈ ഫ്രെഡറിക് ബാക്ക്മാൻ്റെ മൈ ഫ്രണ്ട്സ് എന്ന ഈ പുസ്തകം ഇഷ്ടപ്പെടും. എന്നാൽ വേഗത്തിൽ നടക്കുന്ന ആക്ഷൻ സ്റ്റോറീസും ത്രില്ലർ സ്റ്റോറീസും ഒക്കെ മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പുസ്തകം ചിലപ്പോൾ ഒരു സ്ലോ റീഡിംഗ് ആയിട്ട് അനുഭവപ്പെടാം. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയണം. ഇനി വായിച്ചിട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ശരിക്കും ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി തന്നെയാണ് ഈ കഥ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നന്ദി.